നമസ്കാരം, എല്ലാവർക്കും രശ്മി സാര റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അവലോസ് ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നല്ലൊരു അവലോസ് പൊടി തയ്യാറാക്കുന്നതെന്നും ആ അവലോസ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അവലോസ് ഉണ്ട് തയ്യാറാക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചാൽ മതിയാകും. അരി നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വെള്ളം കളയാനായിട്ട് വെക്കുക. അതിനുശേഷം മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അരി പൊടിച്ചെടുക്കുമ്പോൾ എപ്പോഴും തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. പുട്ടിനൊക്കെ പൊടിക്കുന്നത് പോലെ തരിയുള്ള പൊടി, അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ പൊടിക്കുന്നത് പോലെ തരിയില്ലാതെ പൊടിച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ എല്ലാ അരിയും പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്ക് 1/2 കിലോ തേങ്ങ ചിരകിയതെങ്കിലും വേണ്ടവരും, എന്നാലേ നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടുള്ളൂ. 1/2 കിലോ എന്ന് പറയുമ്പോൾ 6 കപ്പ് ചിരകിയ തേങ്ങയുണ്ട്. ഇത് ചിരകിയിരിക്കുന്നത് എല്ലാം ഒരേപോലെയല്ല. തേങ്ങയെല്ലാം ഒരേ കനത്തിൽ ചിരകിയിട്ടില്ലെങ്കിൽ നമ്മൾ അവലോസ് പൊടി വറക്കുന്ന സമയത്ത് പൊടി ആദ്യം മൂത്ത് വരും, തേങ്ങ പിന്നെ ആയി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തേങ്ങ ഇതേപോലെ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒറ്റ തവണ മാത്രം ഇടത്തേക്കൊന്ന് തിരിച്ച് പൾസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ തേങ്ങ എല്ലാം ഒരേപോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ പാകത്തിന് നമുക്ക് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇതേപോലെ എല്ലാ തേങ്ങയും ഞാനിവിടെ ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ 1 കിലോ അരിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. 1 കിലോ അരി പൊടിച്ചപ്പോൾ 8.5 കപ്പ് അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 6 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തേങ്ങയും ജീരകവും ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് അമർത്തി ഞെക്കി തേങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് ആ പാലൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും ജീരകവും മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പൊടി കൂട്ടിയിട്ട് ഒന്നും കൂടെ കൈകൊണ്ട് അമർത്തി ഞെക്കി ഒന്ന് തിരുമ്മിയെടുക്കാം. അവലോസ് പൊടി നന്നായിട്ട് വരണമെങ്കിൽ തേങ്ങ കൂടുതലായിട്ട് ചേർക്കണം. ഈ ഒരളവിൽ തേങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് പാകത്തിനുള്ളൊരു നനവ് കിട്ടും. അതുപോലെ അവലോസ് പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണങ്ങിപ്പോയ പൊടി എടുക്കരുത്. നമ്മൾ അരി പൊടിച്ച ഉടനെ തന്നെ അവലോസ് പൊടിക്ക് വേണ്ടിയിട്ട് നനച്ചു വെക്കണം. അപ്പോൾ ആ പൊടിന്റെ ഒരു നനവും ഉണ്ടാവും. അതുപോലെ നമ്മൾ തേങ്ങയും ജീരകം കൂട്ടിയിട്ട് കൈകൊണ്ട് അമർത്തി തിരുമ്മിയെടുക്കുമ്പോൾ തേങ്ങയിൽ പാല് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു നനവും ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല അവലോസ് പൊടി കിട്ടും. അരിപ്പൊടിയും തേങ്ങയും ജീരകവും കൈകൊണ്ട് നന്നായിട്ട് അമർത്തി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം അതിന്റെ കട്ടകളൊക്കെ ഉടച്ച് ഇതുപോലെ നനവ് പോകാതെ കൈകൊണ്ട് അമർത്തി തട്ടിപ്പൊത്തി നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇത് ഇതേപോലെ 1 മണിക്കൂർ മാറ്റി വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് ഇളക്കി കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈയിൽ വെക്കുക. തീ നല്ലോണം എളുപ്പമായിരിക്കും അവലോസ് പൊടി വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് വരിക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വരിയുന്നത് വരെ ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാം. ഇനി ഈ പൊടി നല്ല തീയിൽ അടിഭാഗമൊക്കെ ചേർത്ത് ഇളക്കി സൈഡിൽ നിന്നൊക്കെ നമ്മൾ വടിച്ചു കൂട്ടി ഇളക്കി ഒട്ടും കരിഞ്ഞു പോകാതെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. 1 കിലോ അരി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവലോസ് പൊടി നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ എടുക്കും. അതേസമയം 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അരമണിക്കൂറൊക്കെ മതിയാകും അവലോസ് പൊടി റെഡി ആയിട്ട് കിട്ടാൻ. പൊടി ഏതാണ്ട് ഗോൾഡൻ കളർ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ജീരകത്തിന്റെ മണവും അതുപോലെ തന്നെ നല്ല അവലോസ് പൊടിന്റെ മണവും വരുന്നുണ്ട്. പൊടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്, പൊടിന്റെ മൂപ്പ് മാറിപ്പോകും. അതുകൊണ്ട് വേറെ പരന്ന പാത്രത്തിലേക്ക് എന്തിലെങ്കിലേക്ക് ഇട്ട് വെക്കുക. ഇനി പാത്രം മാറ്റി വെക്കുന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അവലോസ് പൊടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അവലോസ് പൊടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഈ അവലോസ് പൊടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അവലോസ് ഉണ്ട ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഈ പൊടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിലെ ആ വലിയ തരികളൊക്കെ ഒന്ന് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അവലോസ് ഉണ്ട കാണാനും നല്ലതായിരിക്കും. അതേപോലെ നമുക്ക് തരിയില്ലാത്ത അവലോസ് ഉണ്ട കഴിക്കുകയും ചെയ്യാം. നേരത്തെ വറുത്ത് വെച്ച അവലോസ് പൊടിന്റെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിന്റെ കളറ് വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ പൊടിച്ചെടുത്തിരിക്കുന്ന വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഒരേപോലെ തരികളുള്ള അവലോസ് ഉണ്ട ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അവലോസ് പൊടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട പിടിക്കാനായിട്ടുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം. അതിനായിട്ട്
1 കിലോ അരിക്ക് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 450 ഗ്രാം മുതൽ 500 ഗ്രാം വരെ ശർക്കര എടുക്കാം. ഇനി ഇത് ഉരുക്കിയെടുക്കാൻ പാകത്തിനൊന്ന് പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരേന്റെ മുകളിലായിട്ട് ഇതേപോലെ പതഞ്ഞു വരുന്നതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് വെട്ടിമാറ്റിക്കളയാം. ഇത് ശർക്കരേന്റെ അഴുക്കാണ്. ഇനി ശർക്കര മുഴുവനൊന്ന് അരിഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കര ഒരുക്കുമ്പോഴാണ്. ശർക്കര നന്നായിട്ട് തിളച്ച് നമ്മൾ കൈകൊണ്ട് ഇതേപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് കൈ നന്നായിട്ടൊന്ന് ഒട്ടണം. ഒരു നൂൽ പാകം ആവാനായിട്ടും പാടില്ല. അല്ലെങ്കിൽ ഇതേപോലെ തവി കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ശർക്കര മുറിഞ്ഞ് മുറിഞ്ഞ് ചാടണം. ശർക്കര പാനി നന്നായിട്ട് തിളച്ച് നമ്മൾ തവി കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ഒഴുകി വീഴുന്ന ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ആക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത് ഉണ്ട പൊടിഞ്ഞു പോകും. അതേസമയം ഒരു നൂൽ പാകം ആവാനൊക്കെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഉണ്ട പിടിക്കുന്ന സമയത്ത് ഭയങ്കര കടുപ്പമായി പോകും. അതുകൊണ്ട് കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ട് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത്, അതായത് തവിന്ന് നമ്മൾ കോരി ഒഴിക്കുന്ന സമയത്ത് മുറിഞ്ഞു വീഴുന്ന പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഏലക്കാപ്പൊടി നന്നായിട്ട് ചേർക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ചുക്കുപൊടിന്റെ ഫ്ലേവർ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് 1.5 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ 1/2 കപ്പ് പൊടി ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഒന്ന് മുക്കിയിട്ട് ഉണ്ട പിടിക്കാനാണ്. ഈ പൊടിയിലൊന്ന് കൈ മുക്കിയിട്ട് ഉണ്ട പിടിക്കുകയാണെങ്കിൽ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിലേക്ക് ഏലക്കപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ പൊടിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂട് പോകാതെ നമുക്കിതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് വെക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൈ ഒന്ന് തൊടാനായിട്ട് പറ്റുന്ന പാകമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഉണ്ടയാക്കിയെടുക്കാം. അതിനു മുൻപ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിൽ അതിലേക്ക് കൈ ഒന്ന് മുക്കിയിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് പൊടി എടുത്തിട്ട് ഇതേപോലെ ഉരുളയാക്കിയെടുക്കാം. ഒരുപാട് മുറുക്കി ഉരുട്ടരുത്, പതുക്കെ പതുക്കെ ഉരുട്ടിയെടുക്കുക. അതുപോലെ എടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് എടുത്തു വരിക. നടുക്കുന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചൂട് പെട്ടെന്ന് പോകും. ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഉണ്ടയ്ക്ക് ഭയങ്കര കടുപ്പായിരിക്കും. ഇതേപോലെ എല്ലാ ഉണ്ടയും ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് പൊടിയിലൊന്ന് കൈ മുക്കിയതിന് ശേഷം വീണ്ടും ഉരുട്ടിയെടുക്കുക. അതേപോലെ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഉണ്ടയൊന്ന് പൊടിയിൽ മുക്കുകയാണെങ്കിൽ ഓരോ ഉണ്ടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.